നമസ്കാരം നമസ്കാരം. ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുരക്ഷിക്കുണ്ടാവുന്ന കൂട്ടിയത് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. രാജേഷിനെ കിട്ടും. നമ്മളവിടെ മറ്റേ സുരേഷ് പോരാട്ടം നടത്തുന്ന ഒരു പള്ളിയാണ്. എന്നാണ് ഓഫീസിലേക്ക് പോവാം. ഇന്നിവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ മൈക്ക് രാഹുൽ ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവും, പാലക്കാട് ഉണ്ടാവോ? പാലക്കാട് ഉണ്ടാവോ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല എന്താ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അല്ല പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ്, മുൻകൂർ ജാമ്യം. ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാം. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്?